നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന് കുരുക്കുമുറുകുന്നതായി വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ്.ഐ.ടി അന്വേഷണത്തിൽ ഇതുവരെയും 6 അറസ്റ്റുകളാണ് നടന്നിരിക്കുന്നത്. ഈ 6 അറസ്റ്റുകളും സി.പി.എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. സി.പി.എമ്മിന്റെ മുൻ കോന്നി എം.എൽ.എ ആയ മുൻ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് കൂടിയായ എ. പത്മകുമാർ, മുൻ മുഖ്യമന്ത്രിയും ദിവംഗതനായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനുമായിരുന്ന വി.എസ്. അച്യുതാനന്ദന്റെ അഡീഷണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന എൻ. വാസു, അദ്ദേഹം കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സി.പി.എമ്മിന്റെ. കൂടാതെ ശബരിമലയിൽ 2 തവണ ദേവസ്വം കമ്മീഷണറും 1 പ്രാവശ്യം ദേവസ്വം പ്രസിഡന്റുമായിരുന്ന ആളാണ്. ഇതുപോലെ മുരാരി ബാബു തുടങ്ങിയ ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ സി.പി.എമ്മിന്റെ സംഘടനാ ഭാരവാഹികളും സി.പി.എമ്മിന്റെ അത്യുന്നത നേതാക്കളും തന്നെയായിരുന്നു. ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആര് അറസ്റ്റിലാകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരുന്നതും പിന്നീട് എസ്.ഐ.ടിയുടെ അന്വേഷണം മന്ദീഭവിക്കുന്നതായി നാം കാണുന്നത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അന്വേഷണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് മരവിപ്പിക്കുകയായിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെ ബഹുമാന്യപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്നലെ ഒരു ഹർജി എത്തിയിരിക്കുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അന്വേഷിക്കുന്നതിന് CBIയെ ഏൽപ്പിക്കണം എന്നുള്ള ഹർജിയാണ് സമർപ്പിച്ചത്. തത്വത്തിൽ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച ഈ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഡിസംബർ 25-ാം തീയതിക്ക് ശേഷം വെക്കേഷൻ കഴിഞ്ഞുകൂടുന്ന കോടതി ഇക്കാര്യത്തിൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളും എന്നറിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് അക്ഷരാർത്ഥത്തിൽ ഇത് കുടുക്കായി മാറുന്നു. 2016-ൽ അധികാരമേറ്റ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമൊഴിയുന്നതിന് വേണ്ടി ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണുള്ളത്. 2 തവണ കേരളം ഭരിച്ച മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോഴാണ് ശബരിമലയിൽ 2018-2019 കാലഘട്ടത്തിലാണ് ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അഴിച്ചുകൊണ്ടുപോയി വിറ്റു എന്നുള്ള കേസ് വരുന്നത്. അതിനു മുമ്പ് ശബരിമല സന്നിധാനത്തിലെ ഉമ്മറ കട്ടിള പടിയും ഉമ്മറ വാതിലുമെല്ലാം അഴിച്ച് പുറത്തു കൊണ്ടുപോയി ഉരുക്കി ഉടച്ച് മാറ്റി സ്വർണങ്ങളെല്ലാം അടിച്ചു മാറ്റി എന്നുള്ള ഒരു കേസാണ് എസ്.ഐ.ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എസ്.ഐ.ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 2 കേസിലും ശബരിമലയിൽ കീഴ്ശാന്തിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് 1-ാം പ്രതി. അവിടെ നിന്നിങ്ങോട്ട് എസ്.ഐ.ടിയുടെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 6 പേരിൽ എല്ലാവരും തന്നെ CPMന്റെ സമുന്നതരായ നേതാക്കളോ സംഘടനാ ഭാരവാഹികളോ ആയിരുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMും വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇതിൽ നിന്ന് ഏതു വിധേനയും തടിയൂരുന്നതിന് വേണ്ടി പല വഴിക്ക് ശ്രമിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പത്മകുമാറിന് ശേഷം മറ്റൊരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ രീതിയിൽ തന്നെ എസ്.ഐ.ടിയിൽ ഇടപെടൽ ഉണ്ടായി എന്നുള്ളൊരു അഭ്യൂഹം പരക്കുന്നു. 2018-19 കാലഘട്ടത്തിൽ പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം ചെല്ലും, കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാകും എന്നുള്ള അഭ്യൂഹങ്ങളും കിംവദന്തികളും പകരുന്നതിന് ഇടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടക്കരുത് എന്ന് എസ്.ഐ.ടിക്ക് നിർദ്ദേശം നൽകിയതായാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും എ. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം എസ്.ഐ.ടി മറ്റൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഏതു വിധേനയും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് നൽകണം എന്നാണ് കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ്.ഐ.ടിക്ക് ഈ അന്വേഷണവുമായി ഇനിയും മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. ആരിടപെട്ടാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എസ്.ഐ.ടിക്കും കൂടുതൽ സമ്മർദ്ദം ഈ കേസ് അന്വേഷിക്കുന്നതിനുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇനി യാതൊരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാനുള്ള സാധ്യതയില്ലാതെ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വിധികൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും എസ്.ഐ.ടി പൂർവാധികം ശക്തിയോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ
ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിദേശത്ത് ഏതാണ്ട് 500 കോടിക്കും 1000 കോടിക്കും ഇടയിലുള്ള ഒരു തുകയ്ക്ക് വിറ്റുപോയി എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല തന്നെയാണ് ഇത്തരം വിശ്വാസയോഗ്യമായ ഒരു വിവരം പുറത്തുവിട്ടത്. SITക്ക് മുമ്പിൽ അദ്ദേഹം തെളിവ് നൽകിയത്. വിദേശ വ്യവസായിയായ ഒരാൾ ഇതിന് കൃത്യമായ തെളിവുകൾ തനിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് ഈ സ്വർണ്ണപ്പാളി വിദേശത്താണ് വിറ്റത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SITയുടെ കീഴിൽ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഹർജി നൽകിയിരിക്കുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അത് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നതും ദേവസ്വം ബോർഡിന് നോട്ടീസ് അയച്ചിരിക്കുന്നതും. എന്നാൽ ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഉന്നത നേതാക്കൾ ഉൾപ്പെട്ട ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ CBI അന്വേഷണം നടന്നിട്ട് എന്താണ് അതിന് ഉണ്ടായത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പുരോഗതിയാണ് ആ കേസിൽ ഉണ്ടായത് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ഇതുവരെയും കുറ്റമറ്റ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ അത് പിണറായി വിജയന് അനുകൂലമാകും എന്നുള്ളൊരു അഭ്യൂഹം കൂടി പരക്കുന്നുണ്ട്. കാരണം ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടത് ഏതാണ്ട് 37 പ്രാവശ്യമാണ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിക്ക് പോലും അത്തരം പ്രമാദമായ ഒരു കേസ് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു പരിണിത ഫലമാണ് ഉണ്ടാകുക എന്നുള്ളൊരു ആശങ്ക സാധാരണക്കാരായ അയ്യപ്പ വിശ്വാസികളിൽ ഉണ്ട് എന്നുള്ളത് ഒളിച്ചു വെക്കേണ്ട കാര്യം തന്നെയല്ല. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടേത് പോലുള്ള സമാനമായൊരു വിഗ്രഹമോഷണമാണോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി മോഷണമാണോ ഇതിൽ നടന്നിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സംശയം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമില്ലാത്ത, അതായത് ഇന്ത്യയോട് ശത്രുതാ മനോഭാവമുള്ള രാജ്യങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ NIA കൂടി വരും. രാജ്യാന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട്, രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായതിനാൽ NIA കൂടി ഈ കേസിലേക്ക് വരും എന്നുള്ളത് അറിയുമ്പോൾ തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വെട്ടിലാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. NIA അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിനെല്ലാം എണ്ണി മറുപടി പറയേണ്ടതായി വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതിനാൽ ED കൂടി ഇതിലേക്ക് വരുമ്പോൾ EDയും NIAയും CBIയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SITയും ഒക്കെ ചേർന്ന് അന്വേഷിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ ഈ കേസിൽ പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഭരണം വിട്ട് ഒഴിഞ്ഞു പോകുവാൻ കഷ്ടി 6-7 മാസം മാത്രം പിണറായി വിജയന്റെ മുന്നിലുള്ളപ്പോൾ ഇനി ഏതെങ്കിലും വിധത്തിൽ അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതും അറിയില്ല എന്നും കൂടി പറയപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും എല്ലാം പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കാണാനില്ല, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്നും അടിച്ചുകൊണ്ടുപോയ ശാസ്താ ക്ഷേത്രത്തിന്റെ ഉമ്മറക്കട്ടള പടിവാതിലും ഉമ്മറവാതിലിൽ നിന്നുമുള്ള സ്വർണം എവിടെ പോയി, ഈ 2 സ്വർണങ്ങൾ എവിടെയാണ്, അല്ലെങ്കിൽ ഈ സ്വർണ്ണ നിർമ്മിതികൾ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുവാൻ ഇനിയും യാതൊരു തരത്തിലും ഉള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. എവിടെയാണ് ഈ സ്വർണം ഒളിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വിറ്റു എന്നുള്ളതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അവിടെ ആർക്ക്, എങ്ങനെ, എന്ന് വിറ്റു എന്നുള്ളതെല്ലാം ഇനിയും തെളിയിക്കേണ്ടത് തന്നെയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് NIAയോ അല്ലെങ്കിൽ CBIയോ തുടങ്ങിയ നാഷണൽ ഏജൻസികൾ വരികയാണെങ്കിൽ തീർച്ചയായും അത് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ചില ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഇനിയും എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.